ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. ഊട്ടി വ്ളോഗ് പാർട്ട് 2 ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അങ്ങനെ തേയിലത്തോട്ടം ഞങ്ങൾ നേരെ വിട്ടത് പൈൻമരം കാണാനായിരുന്നു. അങ്ങനെ പൈൻമരത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് പൈൻമരം കൊണ്ടാണ് കപ്പലുണ്ടാക്കുന്നതൊക്കെ എൻ്റെ മാപ്പിളാടിരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ഗൈസ്. ആണോ? പൈൻമരം കൊണ്ടാണോ കപ്പലുണ്ടാക്കുന്നത് ഗൈസ്? നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മളവിടെ ഒരു സൈഡിൽ വണ്ടി നിർത്തി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല രസമുള്ള ഒരു എന്താ പറയുക, പൈൻമരം കാണാൻ നല്ല രസമാണ്. നല്ലൊരു വ്യൂ ആയതുകൊണ്ട് നമ്മളവിടെ നിന്ന് വെറുതെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ പൈൻമരത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പൈൻമരത്തിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിന്. അതായത് അതിൻ്റെ ഒരു തൊലി. കാരണം അത് മണമൊന്നുമില്ല, ഒരുമാതിരി മണമാണ്. എന്നാലും വെറുതെ ഡയറിയിലൊക്കെ സൂക്ഷിക്കാലോ വിചാരിച്ച് ഞാൻ ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന്. കാരണം എനിക്ക് ഡയറി അതൊന്നും ശീലമുണ്ട്. അപ്പോൾ ഡയറിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പറിക്കില്ല, ഇങ്ങനെ ഒരു തോലിങ്ങനെ പറിച്ചെടുത്ത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പൈൻമരത്തിൽ നിന്ന് നേരെ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. നമ്മൾ എന്താ പറയുക, രാവിലെ ഇറങ്ങിയതല്ലേ, ഏർലി മോർണിംഗ് ഒരു 4 മണി ആകുമ്പോൾ എത്തി. ഇന്നലെ രാത്രി 12 മണിക്ക് വിട്ടുകൊണ്ട് നമ്മൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിന്. അതുകൊണ്ട് നല്ല എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വേഗം കിടന്നുറങ്ങി. ഒരു ഈവനിങ് ആകുമ്പോൾ എണീക്കലും ചെയ്യേണ്ടില്ല വിചാരിച്ച് ഞങ്ങൾ വേഗം വിടുമായിരുന്നു. ഏതെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് റൂമും എടുത്ത് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല, ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട്. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ആസ് യൂഷ്വൽ ഊള ഫുഡായിരുന്നു ഗൈസ്. പോകുന്ന കഴിക്കാണ്ട് നല്ലൊരു വ്യൂ ആണ് ഗൈസ്. ഇത് നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആകാശം ഇങ്ങനെ മേഘം താഴിലും ഞങ്ങൾ മേലെയും ആയിട്ട് കാണണമെന്ന് എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ഗൈസ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അവിടെ കീനിട്ട് ഞാൻ ഓടിച്ചാടി തുള്ളിച്ചാടി പോകുന്നില്ലേ, ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ആ മലകൾ കാണാൻ ഭംഗിയെന്നൊരു ചിത്രം വരച്ച പോലെ, എന്താ പറയുക, വരച്ച് വെച്ച പോലെ പെയിൻറ്റൊക്കെ ചെയ്ത പോലെയുണ്ട് അവിടുത്തെ മല. ഇതാ സൂം ചെയ്യുമ്പോൾ കാണാൻ രസമുണ്ട്. ഈ വീഡിയോയിൽ നല്ല രസമുണ്ട്, പക്ഷെ നേരിട്ടിനോട്ടിയും ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ആ താഴിൽ മേഘം നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് ഗൈസ്. സോ ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. അപ്പോൾ ഫുഡിനെ പറ്റി പറയാം. ഫുഡിൽ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് പൊറോട്ട ഗൈസ്. പക്ഷേ എന്താ, അവിടുത്തെ ഇത് കറി ഗ്രേവി ഒരു രസമില്ല. അവിടുത്തെ മസാല തീരെ കൊള്ളില്ല ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ ഒരു മസാലകളും എനിക്ക് ഇഷ്ടമായിട്ടില്ല. മന്തി ഇഷ്ടമായിട്ടില്ല. കഴിച്ചിടത്തോളം ഫുഡൊക്കെ ഒരുമാതിരി എന്താ പറയുക, അവിടുത്തെ മസാലകളൊന്നും കൊള്ളില്ല ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് നല്ല ഹോട്ടൽ കിട്ടാത്തതുകൊണ്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് പോകുന്ന വഴിക്ക് മൊത്തം എന്താ പറയുക, നല്ല കോട മൂടിക്കണ്ടോണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പം തന്നെ ഉണ്ട് മുമ്പിൽ എന്താ ഇപ്പോൾ കുതിര ഗൈസ്. നമുക്കൊരു റോഡ് സൈഡൊക്കെ കുതിര. ഇവിടെ ഊട്ടിയിൽ മെയിൻ കുതിരയാണെന്ന് തോന്നുന്നു. ഫുള്ള് കുതിരയേ ഉള്ളൂ. ഞാനാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുതിരനെ പേടിച്ചിട്ട് ക്യാമറ തത്തുപോയി. അതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ച ഷെടാ, കുതിരനെയല്ലേ ഞാൻ വീഡിയോ എടുക്കേണ്ടത്. കാരണം ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്തിനാ പേടിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. ഇറങ്ങിയിരുന്നേക്ക് ആ ടോപ്പിൽ നിന്ന് ഇറങ്ങിയിരുന്നേക്ക്. മറ്റവനാ മുകളിലുണ്ട്. ബൈ ബൈ. ഇതിവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായി. നല്ലൊരു കോഫിയും കുടിച്ചു, പൊറോട്ടയും തിന്നു. അങ്ങനെ നമ്മൾ നേരെ റൂം എടുക്കാൻ പോയി. അങ്ങനെ ഒരു റൂമൊക്കെ എടുത്ത് സുഖസുന്ദരമായി കിടന്നുറങ്ങി ഗൈസ്. ടി വി ഒക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി. ടി വി ഒക്കെ രാത്രിയായിരുന്നു ടി വി വെച്ചിട്ടുണ്ടായിന്. നമ്മൾ പോയ പാടനെ വേഗം കിടന്നുറങ്ങി ചെയ്തിട്ടുണ്ടായിന്. ഞാൻ ആദ്യം റൂം മൊത്തം ചെക്ക് ചെയ്തു ഗൈസ്. എന്തൊക്കെ എന്താ പറയുക, ക്യാമറയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തൊക്കെ ഞാൻ വെറുതെ ഒരു സ്ഥിരം അങ്ങനെ ചെക്ക് ചെയ്യുന്ന കോലാഹലങ്ങളാണ് ഈ കാണുന്നത് ഗൈസ്. സൂം ചെയ്ത് നോക്കിയാൽ എന്താ ഇപ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ ഇങ്ങനെ തിളങ്ങുമെന്ന് പറയുന്ന കേട്ടിട്ട് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയതായിരുന്നു. കാരണം യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക, സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാമറ ഒളിപ്പിച്ച് വെച്ചതൊക്കെ. അതുകൊണ്ട് ഞാൻ വെറുതെ നോക്കിയത്. അതിന് മുമ്പ് ഇവിടെ ഏതൊരു കുട്ടിയാണെന്ന് തോന്നുന്നു വന്നിട്ട് പോയത്. അവിടെ മൊത്തം വരച്ചിട്ടിന് പെണ്ണിനെ കൊണ്ട്. അടിപൊളി അലമാരിയൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നുമില്ലായിത്തൊന്നും. അങ്ങനെ നമ്മൾ കടന്നുറങ്ങി. ഈവനിങ് ആകുമ്പോൾ എണീച്ചിട്ട് നേരെ പോയി ഫുഡ് കഴിക്കുന്നതിൻ്റെയും മിനിയായിട്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അത് ഞാൻ ഇതിൽ ആഡ് ആക്കുന്നതായിരിക്കും. അവിടുത്തെ കോമഡി പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ 2 തരം കറിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. ഒന്ന് ചെട്ടിനാട് ചിക്കൻ കറിയും പിന്നെ ഏതൊരു സ്പെഷ്യൽ കറിയും കൂടി പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ആ 2 എണ്ണമായിരുന്നു ഓർഡർ ചെയ്തതിന്. 2 ചട്ടിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് 2 പേര് പറഞ്ഞിട്ട് ഒരൊറ്റ കറിയായിരുന്നു അതിനകത്തുണ്ടായത്.
അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് രണ്ടും ഒരേ കറിയാണെന്നല്ലോ, 2 പേരിൽ രണ്ടും ഒരു കറി അങ്ങനെയായിരുന്നു കൊണ്ടു തന്നിട്ടുണ്ടായിന്. അതുപോലെ നമ്മൾ ന്യൂഡിൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ന്യൂഡിൽസൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ കറി രണ്ടും സെയിം ആയിരുന്നു. അപ്പോൾ അപ്പുറത്തെ ആൾ ഇത് നോക്കിയപ്പോൾ അപ്പുറത്തെ ഒരാൾ വലിയൊരു ചട്ടിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയപ്പം ഇതും സെയിം കറി തന്നെ. അപ്പം അമ്മ അയാളോട് ചോദിച്ചാൽ അതെന്താ കറിയെന്ന്. അപ്പോൾ പറഞ്ഞു അത് ചട്ടിക്കറിയെന്ന്. അയാളോട് പറഞ്ഞു ഇതെല്ലാം സെയിം അല്ലേ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചിരിക്കുന്നുണ്ടായിന്. പുള്ളിക്കാരന് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് മനസ്സിലായി എല്ലാ കറിയും ഒന്നാണെന്നുള്ളത്. കണ്ടോ, ഇത് ഈ കറിയും അപ്പുറത്തെ കറിയും എല്ലാം സെയിമാണ് ഗൈസ്. പിന്നെ നമ്മൾ കുറേ ഫയർ വർക്കൊക്കെ കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോകായിരുന്നു. കണ്ട പടക്കങ്ങളുടെ ഉത്സവമായിരുന്നു ഗൈസ്. വെള്ളം അടക്കം വേണ്ടിയിട്ടില്ലായിരുന്നു അവിടെ. അങ്ങനെ പടക്കമൊക്കെ കണ്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോകുമായിരുന്നു. ഫുഡിനാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു. ഈ കറി പിന്നെയും കുഴപ്പമില്ല, നല്ല രസമുണ്ടായിന്. ഒരു ഏവറേജ് ടേസ്റ്റ്. നൂഡിൽസും കുഴപ്പമില്ല. ഇവിടുത്തെയൊക്കെ ഏറ്റവും രസമുള്ളത് എന്നൊക്കെ പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡായ ഇതൊക്കെ രസം. എന്ത് വടാപ്പാവ്, പാവ് ഭാജി, പാനിപ്പൂരി അങ്ങനത്തെയാണ് രസം. ഫുഡൊക്കെ പറയുകയാണെങ്കിൽ മസാല, അവിടുത്തെ മസാലയാണെന്ന് തോന്നുന്നു രസമില്ലാത്തത്. തിരിച്ചു വരുമ്പോൾ നമ്മളൊരു മന്തി കഴിച്ചിട്ടുണ്ടായിന്. മന്തി തീരെ ഗുണമുണ്ടായിട്ടില്ല. ആ മന്തി കഴിച്ചതോടുകൂടി എനിക്ക് മന്തിയെ ഇഷ്ടമല്ലാണ്ടായിപ്പോയി. കാരണം അത്രയും വെറുപ്പിച്ചൊരു മന്തിയായിപ്പോയി. നമ്മളാണെങ്കിൽ മലയാളി ഷോപ്പിലാണ് കൂടുതലും കയറിയത്. പക്ഷെ മലയാളി ഷോപ്പൊന്നും പറഞ്ഞ കാര്യമില്ല ഗൈസ്, ഒരു രസം ഉണ്ടായിട്ടില്ല. ഇത് നമ്മളവിടുന്ന് എന്താ പറയുക, റൂമിന് പുറത്തുനിന്ന് പൊട്ടിച്ചതാണ് ഗൈസ്. പക്ഷെ സുളുവായിപ്പോയി. മേലെ വരെ പൊന്തിന്. ഇതാണ് നമ്മുടെ റൂം. മേലെ വരെ പൊന്തിന്, പക്ഷെ പൊട്ടിയിട്ടില്ല ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അവിടെയൊക്കെ പോയിട്ട് എടുത്ത പിക്ക് ഇതൊക്കെ ഗൈസ്. ഇതിനെ മക്കളെ എഡിറ്റ് ചെയ്തതാണ്. ഇതൊരു അപ്പൂപ്പനപ്പുറമുള്ള ഫോട്ടോ. അപ്പോൾ അടുത്തത് എവിടെയൊക്കെ പോയതെന്നുള്ളത് പാർട്ട് 3 ആയി ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ഗൈസ്.